എന്നെ അമ്മേ വെള്ളം എടുത്തില്ല, ഞാൻ അത് ഓടി വന്നേ. എന്റെ അമ്മ, എനിക്ക് അവിടെ ബാങ്കിൽ വെള്ളം കിട്ടും. ഓ, അതൊന്നും കൊച്ചു കുടിക്കുകയായിരുന്നു എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ കൊണ്ടുവന്നത്. പൊക്കോ വന്നാ, താമസിക്കണ്ട. നിങ്ങളുടെ അമ്മയ്ക്ക് വട്ടാണോ? എനിക്ക് ബാങ്കിൽ വെള്ളമൊക്കെ കിട്ടുന്നതാ. അത് അമ്മയ്ക്ക് നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ. ഇതൊക്കെ ഒരു ഓവർ പാമ്പറിങ്ങാ. ഈ മോട്ടറിൽ നിന്ന് വെള്ളം പോകുന്ന കണ്ടില്ല? ഇത് ഓഫ് ചെയ്യാൻ ഇവിടെ ആരും ഇല്ലേ? ഞാൻ മോട്ടർ ഓഫ് ചെയ്തമ്മേ, ഞാനെന്ന് കുളിക്കാൻ കയറിയേക്കുമായിരുന്നു. എന്നതാ ഇവിടെ ഞാൻ എന്തെങ്കിലും പണിയുടെ ഇടയ്ക്കാണെങ്കിൽ അപ്പ കുളിച്ചോണ്ടിരിക്കുവാണെങ്കിൽ അപ്പ ഇറങ്ങി വന്ന് ഓഫ് ചെയ്യുമല്ലോ. ഓ, ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ പറഞ്ഞതേ ഉള്ളൂ, നോക്കി കണ്ടൊക്കെ ഉപയോഗിക്കണം ഓരോന്ന്. ചേച്ചി എന്നാ ഉണ്ട്? ഞാനേ ചക്ക നോക്കി ഇറങ്ങിയതാ. മോള് വരാറായില്ലേ, ഇന്നുള്ള ചക്ക മൊത്തം വെള്ളം കയറിപ്പോയെന്നേ. അവക്ക് ഈ ചക്കയും കപ്പയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ വേവിച്ച് വെക്കാന്ന് ഓർത്തിട്ട് ഒരെണ്ണം പോലും കിട്ടുന്നില്ലെന്നേ. ഓ, റോസമ്മ ചേച്ചിയുടെ ഒരു കഷ്ടപ്പാട്. മൂത്ത മരുമോടെ ഇളയ മരുമോടെ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ ചെയ്യണ്ടേ? അവളെന്ത് വേണേലും കഴിച്ചോളൂ. അല്ല, ഇളയ ആളും ജോലി ചെയ്ത് ക്ഷീണിച്ചൊക്കെ അല്ലേ വരുന്നത്. അവക്കും ഇല്ലേ ഓരോരോ ഇഷ്ടങ്ങളൊക്കെ. ആഹാ, ബാങ്കിലെ പോലെ ഒരു കഷ്ടപ്പാടും ഉള്ള ജോലി അല്ലല്ലോ അവള് ചെയ്യുന്നേ. അവളൊന്നാതെ പെർമനന്റും കൂടി അല്ല. ഇടയ്ക്കിടയ്ക്ക് വല്ല ക്ലാസ് എടുക്കുക. ഈ 5 10 ഈ 10 10 20 പഠിപ്പിക്കാനായിട്ടാണോ ഇത്ര പാട്? എപ്പോഴും ക്ലാസ് ഒന്നും ഇല്ല. അതുപോലെയാണോ ബാങ്കിലെ ജോലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ കഷ്ടപ്പാടാ. അയ്യോ, ആ കൊച്ചങ്ങ് ക്ഷീണിച്ചാ കയറി വരുന്നേ. അതെനിക്ക് അമ്മ വെച്ചേക്കുന്ന. പിന്നെ ഇത് പേരൊന്നും എഴുതി വെച്ചിട്ടില്ലല്ലോ. എടാ, നീ തിന്നല്ലേ? എടാ, തിന്നിട്ടല്ലേ പോയത്? പിന്നെ അതിൻ്റെ കൈയിട്ട് വരുന്നത് എന്നാ കുടിക്കും. അയ്യോ, ഞാൻ തന്നു വിടുന്ന വെള്ളം ഒന്നും കൊച്ചു കുടിക്കുന്നില്ലേ? ഉണ്ടമ്മ, കുടിക്കുന്നുണ്ട്. നന്നായിട്ട് കുടിക്കണം, ചൂടൊക്കെയല്ലേ. കഴിക്കേ. അവളെ അപ്പറയാണ്ട് ഇരിപ്പുണ്ടാ. ഓ, കറണ്ട് പോയല്ലോ. കഴിക്ക് കഴിക്ക്. നീ എന്നെ ഇവിടെ വന്നിരിക്കുന്നത്? അകത്ത് ചൂടായോണ്ട്. കറണ്ട് ഇപ്പോഴല്ലേ പോയെ? ഞാനിനി അവിടെ ഇരുന്ന് ചേച്ചിക്ക് കൊടുക്കുന്ന സ്നേഹം എന്നിലേട്ട് ഇനി ഒഴുകണ്ട എന്നോർത്ത് ഇവിടെ ഇരുന്നു. എൻ്റെ ബാങ്കിൽ അമ്മേ, ഞാൻ ഒന്ന് വീട് വരെ ഒന്ന് പോവാ. അതിനിപ്പോൾ അവിടെ വിശേഷിച്ച് പോയിട്ട് പെട്ടെന്ന് തന്നെ വരാം. ഓ, അവളും ഒന്ന് വീട്ടിൽ പോയേക്കുവാ. താമസിക്കാതെ ഇങ്ങോട്ട് വാ, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ ഇവിടെ. നേരത്തും കാലത്തൊക്കെ പറയണം, തോന്നിയാസം പോലെ അങ്ങ് ഇറങ്ങി പോകാൻ പറ്റും. നീ എങ്ങോട്ടാടാ? ഞാൻ എങ്ങും പോകുന്നില്ല, ഞാൻ ഇവിടെ ഉണ്ട്. ഞാൻ പോരാ അമ്മയ്ക്ക് ഇവിടെ. കുടുംബത്തിലെ പെണ്ണുങ്ങൾ പോകുമ്പോൾ പറഞ്ഞിട്ട് ഒക്കെ പോകണം, അല്ല തോന്നുന്നൊന്നുമല്ല. നീ വന്നേ. പൊക്കോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അയ്യോ, മുടി കണ്ടമാനം അങ്ങ് പോവല്ലേ. ഞാനൊക്കെ ഇവിടെ കെട്ടിക്കയറി വരുമ്പോഴേ എനിക്കിത് ഇത്രച്ചോ മുടി ഉണ്ടായിരുന്നു. ഇവിടുത്തെ അപ്പയാണെങ്കിൽ വെട്ടിക്കാൻ സമ്മതിക്കുകയില്ലായിരുന്നു. അപ്പം എല്ലാം പോയി. ഇതെന്നാ താമസിച്ച വരാൻ? ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലൂടെ ഒന്ന് കയറിയായിരുന്നു. അവിടെ എന്നാ വിശേഷം? എന്നാ അവക്ക് എന്നെ ഒന്ന് കാണാൻ സംസാരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടൊന്ന് പോയതാ. ഏതാ? ആ ഹസ്ബൻഡ് മരിച്ചുപോയ കുട്ടിയാണോ? അതെ. ആ പെങ്കൊച്ചിന് ജോലി വല്ലതും ഉള്ളതാണോ? അവളും സ്കൂൾ ടീച്ചർ തന്നെയാ. അവർക്കിപ്പോൾ വീട് പണി നടന്നുകൊണ്ടിരിക്കുക. ഓ, ഇപ്പോൾ വീട് പണിയൊന്നും നടക്കുകയല്ലല്ലോ ഇനിയിപ്പോൾ. ഇല്ല, അവളുടെ കയ്യിൽ വീട് പണിയാനുള്ള പൈസയൊക്കെ ഉണ്ട്. അല്ല, ആ പെങ്കൊച്ചിന് ഏതാണ്ട് പ്രൈമറി സ്കൂളിലെ ടീച്ചറാണ്ടല്ലേ, അത് വെച്ചിട്ട് എങ്ങനെ വീട് പണിയാനായിട്ടാ? അവളുടെ അതിനുള്ള പൈസയൊക്കെ ഉണ്ട്. ചേട്ടൻ ജീവിച്ചിരുന്നപ്പോൾ തന്നെ ഒരു ടേം ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. മരണശേഷം 2 കോടിയാണ് കിട്ടിയത്.
പിന്നെ 2 കോടി, ഒരാൾ മരിച്ചെന്നും പറഞ്ഞ് 2 കോടി, ഇവിടെ ഏതാണ്ടൊക്കെ പറഞ്ഞ് പറ്റിച്ചേക്കും ആ പെണ്ണ്. കൊച്ചെ കയറി വാ, ഞാൻ വെള്ളം ഒഴിച്ചേക്കാം. ഇനിയിപ്പോൾ തലനീര് ഇറങ്ങണ്ട, തലയിൽ എണ്ണ വെച്ചിട്ടുള്ളതല്ലേ. അപ്പൊ ശരിക്കും 2 കോടി കിട്ടിയോ? അപ്പൊ നേരത്തെയൊക്കെ ഒത്തിരി പൈസ അടച്ചിട്ടുണ്ടോ? മാസം 800,000 പോലെ ചെറിയ തുക അടച്ചാൽ തന്നെ സാധാരണ അത്യാവശ്യം വരുമാനം വിദ്യാഭ്യാസം ഉള്ള ആൾക്ക് ഒരു 1 കോടി 2 കോടിയൊക്കെ കവറേജ് ഉള്ള പ്ലാനുകളൊക്കെ ഉണ്ട്. എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലെയും ലിങ്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ ഇന്ത്യയിലെ ടോപ്പ് ഇൻഷുറൻസ് കമ്പനികൾ കമ്പയർ ചെയ്തുകൊണ്ട് നമുക്ക് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ടേം ഇൻഷുറൻസ് സെലക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ പ്രവാസികൾക്ക് നാട്ടിലെ കമ്പനികളിൽ നടക്കും 30-50% വരെ കുറഞ്ഞ ചിലവിൽ എടുക്കാവുന്നതാണ്. ആയ കാലത്ത് ബുദ്ധിപരമായിട്ട് അവരോരോന്നും ചെയ്തു വെച്ചതുകൊണ്ട് ഇപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. എടാ നിന്നോട് ഒരു കാര്യം പറയണ്ട, എനിക്കൊരു 15,000 രൂപ വേണം. പല്ലിൻ്റെ അവിടെ ക്യാപ്പ് ഇടണം, പിന്നെ 2 പല്ല് എടുത്ത് കളഞ്ഞേക്കണേൻ്റെ അവിടെ ഏതാണ്ടൊക്കെ ചെയ്യണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ നീ ഒന്ന് ഒരു അടുത്ത ആഴ്ചയായാലും മതി. ഇപ്പം ഞാനൊരു 2 വീലർ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പൈസ മാറ്റി വെച്ചിരുന്നത്. അപ്പോൾ ഇതോ? ഇതെൻ്റെ അല്ലേ, അവൾക്ക് സ്കൂളിൽ പോകാൻ വേണ്ടി വണ്ടിയൊന്നും ഇല്ലല്ലോ, ബസ്സിനല്ലേ എപ്പോഴും. എടാ എന്നതാടാ പറയുന്നേ? അവൾക്ക് സ്കൂളിൽ അവിടെ സ്ഥിരപ്പെട്ടോ, എപ്പോൾ വേണേലും പറഞ്ഞു വിടാം. ആരെ അടയ്ക്കുമെന്ന് വെച്ചാൽ ഇതെല്ലാം നിന്റെ തലയിൽ തന്നെ വരികയല്ലേ. ആ മൂത്തോളം നോക്ക്, ബാങ്ക് ഉദ്യോഗസ്ഥ, എന്നിട്ട് എന്താ അവനല്ലേ കൊണ്ടേ ആക്കുന്നേ. അവൾ പറയുന്നുണ്ടോ അവൾക്ക് കാറ് വേണം അല്ലെങ്കിൽ 2 വീലർ വേണം എന്ന് വല്ലതും പറയാനുണ്ടോ? അതുപോലെ ജീവിക്കാൻ പഠിക്കണം. അമ്മ അവർക്കൊരു കാറെങ്കിലും ഇല്ല അമ്മേ, ഞങ്ങൾക്ക് അത് വല്ലതും ഉണ്ടോ? എടാ അവർക്ക് കാറോ ജീപ്പോ ഈ ഇങ്ങനെ വണ്ടിയൊക്കെ എടുക്കാനുള്ള ആവതുണ്ട്. പക്ഷെ അവരെന്താ ചെയ്യാത്തേ? അവരതനുസരിച്ച് ചുരുക്കി അവർ ജീവിക്കുന്നേ. അതുപോലെ നിന്റെ പെണ്ണുമ്പിള്ളയോട് പറയണം. 2 വീലർ എന്തിനാ ATM ന്ന് പൈസ എടുത്തേ? എടി അമ്മ എന്നോട് പൈസ ചോദിച്ചായിരുന്നു. അമ്മയ്ക്ക് എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് വാങ്ങിച്ചു കൊടുത്താൽ പോരെ? അമ്മയ്ക്ക് നേരത്തെ തൊട്ട് പൈസ ഞങ്ങൾ കൊടുക്കാറുള്ളതാണല്ലോ. ഓ അങ്ങനത്തെ പ്രോത്സാഹനം ഒന്നിനും വേണ്ടെന്നേ. എൻ്റെ ചേച്ചി പറയാനൊക്കെ എളുപ്പം, അതിനുള്ളൊരു മൂടൊക്കെ പാടോ? എന്ത് പാട്? ഈ കണ്ട മനുഷ്യരെല്ലാം എഴുതിയെടുക്കുന്നില്ലേ? ശ്രമിച്ചാൽ കിട്ടാവുന്നതേ ഉള്ളന്നേ. എന്നാ മോക്കെ ഞാനേ ചോറ് വിളമ്പി വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഈച്ച പിടിക്കും. ചെല്ല് ചെല്ല്. നിങ്ങൾ എന്നതാ സംസാരിച്ചോണ്ടിരുന്നേ? ഞങ്ങളിപ്പോൾ അങ്ങനെ ഇങ്ങനെയൊന്നുമില്ല, ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ. നിങ്ങൾ എന്നാ കാര്യമായിട്ട് എന്തോ പറയുന്നുണ്ടായിരുന്നല്ലോ, ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ. അല്ല കുറച്ചു നേരമായി 2 പേരെയും കാണാതിരുന്നിട്ട്. അതല്ല എന്നോടിങ്ങനെ പ്രൈവറ്റ് ജോബ് നോക്കാതെ എന്തെങ്കിലുമൊക്കെ PSC ടെസ്റ്റൊക്കെ എക്സാം എഴുതുന്നൊക്കെ പറയുന്നത്. പിന്നെ 24 മണിക്കൂർ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് കിട്ടുന്നില്ല, അപ്പോഴാ ചുമ്മാ ഇരിക്കുന്ന പ്രൈമറി സ്കൂൾ ടീച്ചറിന് ഇപ്പം കിട്ടും PSC. ഇച്ചിരി വലിപ്പമുള്ള മാല, ഇതിപ്പോൾ ഒന്നുമില്ല. പരിപാടിക്ക് പോകണം. എടാ പെട്ടെന്ന് വണ്ടി എടുക്കാം, അവിടെ കഴിയൂടാ പരിപാടി. നിങ്ങളെല്ലാം കൂടെ ഒരുങ്ങി എങ്ങോട്ടാ? എടാ ഇളയപ്പൻ്റെ ചേട്ടൻ്റെ മോളുടെ കല്യാണം, ഞങ്ങളൊന്ന് പോകാൻ. ഞങ്ങളോട് ആരും പറഞ്ഞില്ലല്ലോ, നിന്നോട് പറയടി. കുടുംബം അടച്ചിപ്പോൾ എല്ലാവരും പോകേണ്ട കാര്യമുണ്ടോ? അതുകൊണ്ട് ഞാൻ ഇവരെ അങ്ങ് വിളിച്ചത്. ആയിക്കോട്ടെ, അപ്പം നമ്മുടെ 2ാം കൂടി ഇനി ഈ വീഡിയോ നിൽക്കുന്നില്ല കേട്ടോ. വിടറി ആടേക്ക് നിൽക്കും. എടാ 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 ഡാ, ചേടാ ആ പെണ്ണ് ഏതാണ്ട് കുത്തിക്കുറിച്ച് പറഞ്ഞ് അവനങ്ങ് പോണ കണ്ടോ? പോട്ടെ, അവൻ എൻ്റെ അടുത്ത് തന്നെ വരും. വണ്ടി എടുക്കടാ. മക്കളെ എഴുന്നേറ്റേ, ഓഫീസിൽ പോകണ്ടേ? മോളെ മോളെ, ഇതെന്നാ ഉറക്കുവാ? ഓഫീസിൽ പോകണ്ടേടാ. എന്താ അമ്മ ഇന്ന് ഓഫീസ് ഇല്ലല്ലോ? കുറച്ചു നേരം ഒന്ന് ഉറങ്ങാന്ന് വെച്ചിട്ട് ഇനിയിപ്പോ എനിക്ക് ഉറക്കവും വരത്തില്ല. എന്താ കാണണമെന്നൊക്കെ പറഞ്ഞേ?
എടാ എത്ര ദിവസമായിട്ട് നീ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട്? ചുമ്മാ അമ്മ എന്തെങ്കിലും പറഞ്ഞെന്ന് പറഞ്ഞു നീ ഭാര്യനെയും വിളിച്ചിങ്ങനെ പോകേണ്ട ആവശ്യമുണ്ടോ? പിന്നെ ഞാൻ എന്നെ ചെയ്യണ്ടേ? ചേട്ടൻ പറ. കുറേ നാളായി ഞാൻ ഈ കാണുന്നത് ഈ 2 തട്ടയുള്ള സ്നേഹം. വലിയ ഓമ്പാരിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. മക്കളെ കാണുന്ന പോലെ തന്നെ മരുമക്കളെ കാണാൻ പറയും. അവൾ എന്നോട് പറഞ്ഞിട്ടൊന്നുമല്ല, എനിക്കിത് കണ്ടു മടുത്തിട്ട് ഞാൻ തോന്നിയിട്ട് ഇറങ്ങി പോകുന്നതാണ്. പോട്ടെ, നീ വീട്ടിലേക്ക് വാ. വരാം. പെട്ടെന്ന് വരാൻ പറ്റത്തില്ല കേട്ടോ. വേണ്ടടാ, ഇന്ന് വൈകുന്നേരം വന്നാൽ. ആഹാ, നിങ്ങൾ ഇവിടെ നിൽക്കുമായിരുന്നു. ബാ മക്കളെ കഴിക്കാം. വേണ്ട, ഞാൻ പുറത്തുനിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്. അയ്യോ, ഞാനിവിടെ കഴിക്കാനൊക്കെ ഉണ്ടാക്കിയല്ലോ. ഓ, എന്നും വീട്ടിൽ നിന്ന് തന്നെ കഴിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാ ശരിയാവുന്നത്? അമ്മ എപ്പോഴും ഞങ്ങളുടെ പുറകെ നടക്കേണ്ട ആവശ്യമുണ്ടോ? ഞങ്ങൾ കൊച്ചു കുട്ടികളൊന്നും അല്ലല്ലോ. ഞങ്ങൾ വിശക്കുമ്പോൾ കഴിച്ചോളാമേ. അനങ്ങി വാ നീ. കടിച്ചു കീറില്ല. ഞാനൊരു കാര്യം പറയട്ടെ. എന്നെ നമുക്ക് അമ്മേനെ പോയി കാണാം. അല്ല, എത്ര നാളെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പിണങ്ങി നിൽക്കുന്നേ? ഒന്നുമില്ലെങ്കിലും ചേട്ടനും കൂടി നിങ്ങളെ വന്ന് കണ്ടതല്ലേ. അമ്മേ, നീയൊക്കെ ഇപ്പോഴാണോടാ കയറി വരുന്നേ? പിന്നെ ഞാൻ ചെയ്യണ്ടേ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിനക്ക് എൻ്റെ മുഖത്ത് നോക്കി സംസാരിക്കാൻ മേലായിരുന്നോ? എന്തെങ്കിലും പറയുമ്പോൾ ഇവളെയും വിളിച്ചോണ്ട് ഇറങ്ങി പോകണോ ചെയ്യേണ്ടത്? പിന്നെ ഞങ്ങൾ അവഗണിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചെയ്യണ്ടേ? ഇവിടെ പിടിച്ചു പോയി കിടക്കണം. എനിക്കപ്പം അങ്ങനെ തോന്നിയത്. അമ്മേ, ഞാൻ PSC ടെസ്റ്റ് എഴുതിയിട്ടുണ്ടായിരുന്നല്ലോ. ഞാൻ റാങ്ക് ലിസ്റ്റിലുണ്ട്. അതും കൂടി പറയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത്. അതേതായാലും നന്നായി. ഇത് പറയാനാണെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് വന്നല്ലോ. എന്ത് നമ്മുടെ മൂത്ത മോനും മോളും? അവർ പോയി. എവിടെ? അമ്മ, എനിക്ക് കൊച്ചിയിലോട്ട് സ്ഥലം മാറ്റം കിട്ടി. എല്ലാം ആയിട്ട് പറയാമെന്ന് വെച്ചിരിക്കുമായിരുന്നു. പിന്നെ സിജോയെ റിസൈൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഇനി അവിടെ ഏതെങ്കിലും കമ്പനിയിൽ ജോലി നോക്കണം. എപ്പോഴെങ്കിലും സമയം കിട്ടുവാണെങ്കിൽ ഞങ്ങൾ വരാം. ശരിയമ്മ, പോവാം. നിങ്ങൾ അകത്തോട്ട് കയറിയിരിക്കും, ഞാൻ ചായ എടുക്കാം. എന്തായാലും നന്നായി. അമ്മയ്ക്ക് ചേച്ചിയോട് ഇച്ചിരി പുന്നാരം കൂടുതലായിരുന്നു. അങ്ങനെ പറയാതെ. ചേച്ചി കാരണം ഞാൻ PSC ടെസ്റ്റ് എഴുതിയത് തന്നെ. പിന്നെ ചേച്ചി എന്നെ വിളിച്ച് പറഞ്ഞായിരുന്നു, കുറച്ച് അമ്മയോട് പിണക്കമൊക്കെ കാണിക്കും, എന്നാൽ മാത്രമേ നമ്മളെ സ്നേഹിക്കത്തുള്ളൂ അമ്മ എന്ന്. ഓ, എന്തായാലും നീ കൊള്ളാം. എൻ്റെ വീട്ടുകാരെ നീ കെയർ ചെയ്യുന്നുണ്ടല്ലോ. അല്ലാതെ പിന്നെ നമ്മൾ എറണാകുളത്ത് പോകുമ്പം ഈ അമ്മയും കൊണ്ട് പോകാൻ പറ്റുമോ? നമ്മൾ കൊണ്ടുപോയില്ലെങ്കിൽ ഈ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ എന്നാ പറയും? ഇതാകുമ്പോൾ നിങ്ങളുടെ അനിയനും അനിയത്തെയും നോക്കിക്കോളുമല്ലോ. ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ നമ്മളുടെ ഒരു സാമ്പത്തിക ഭദ്രതയ്ക്കും കുടുംബത്തിൻ്റെ സംരക്ഷണത്തിനുമായിട്ട് നമുക്ക് ടേം ഇൻഷുറൻസ് എടുത്തു വെക്കുന്നത് അത്യാവശ്യമാണ്. എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലെയും ലിങ്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ ഇന്ത്യയിലെ ടോപ്പ് ഇൻഷുറൻസ് കമ്പനികൾ കമ്പയർ ചെയ്തുകൊണ്ട് നമുക്ക് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ടേം ഇൻഷുറൻസ് സെലക്ട് ചെയ്യാവുന്നതാണ്. അമ്മേ, എനിക്ക് ട്രിവാൻഡ്രത്തേക്കിനും ജോലി മാറ്റം കിട്ടി. തീർന്നു പോയി. അമ്മേ, എനിക്ക് അവളാണ് കിളിക്കുന്നത്. എനിക്ക് എപ്പോഴും ഇങ്ങനെ കുമ്പിടാൻ പറ്റില്ല. പഴയ ജിംനാസിയാ. താൻ എന്താ വേഷം കെട്ടെടുക്ക? എന്താ അമ്മേ, പൊന്നു ചിരിക്കാന്ന് പോലും പറയാൻ പറ്റുന്നില്ലല്ലോ. അമ്മേ, എനിക്ക് ട്രിവാൻഡ്രത്തിന് ജോലി മാറ്റം കിട്ടി. സോറി ലാസ്റ്റ് പൊന്നു ചിരിക്കാണ്. പൊന്നു ഇത് ഫൗളാട്ടോ. പൊന്നു ഇത് ഫൗളാണ്.
ഞാനല്ലേ അപ്പൊ അവന്റെ അമ്മയുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ എന്റെ വീട്. എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറണേ. അമ്മേ എനിക്ക് ട്രിവാൻഡ്രത്തേക്കിന് പറ്റില്ല അല്ല എടുക്കണം പോ. അവക്ക് പെർമനന്റ് ജോബാണോ? ഒരു മിനിറ്റ്, ജോബാണോ? അയ്യേ പറ, ഞാൻ വന്നു ഇവിടെ. ആ നീ എങ്ങോട്ടാന്ന് നീ ചോദിച്ചു? പറയണം. അവക്ക് എന്നെ ഒന്ന് കാണണം. നിന്നോട് പറഞ്ഞു ആയിക്കോട്ടെ, ഇനി ഈ വീട്ടിൽ ഞാൻ നിൽക്കുന്നില്ല. അങ്ങനെ പറയല്ലേ. എന്നെ PSC